ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ ഹൈക്കോടതി പരാമർശത്തിൽ CPM-ൽ ആശങ്ക. വിഷയം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തേക്കും. കോടതി പരാമർശം തിരിച്ചടിയായതോടെ സജി ചെറിയാന്റെ രാജി ശക്തമാകുന്നു. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി BJP-യും പ്രതിപക്ഷ പാർട്ടികളും. വിവാദ പ്രസംഗത്തിൽ തുടരന്വേഷണം ആകാമെന്ന ഹൈക്കോടതി പരാമർശമാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത്. വിഷയത്തെ നിയമപരമായി എങ്ങനെ നേരിടുമെന്നാണ് നിലവിലെ ആലോചന. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും അതിലെ സാങ്കേതികത്വം പാർട്ടിയെയും സർക്കാരിനെയും കുഴക്കുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സജി ചെറിയാൻ രാജിവെച്ചത്. അധികാരത്തിൽ തിരിച്ചെത്താൻ കാരണമായ അന്വേഷണ റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. വിഷയം ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്തേക്കും. അതേസമയം കോടതി ഉത്തരവ് എതിരായതോടെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. BJP-യും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ഘടിപ്പിച്ചാൽ സജി ചെറിയാന് രണ്ടാമതും രാജിവെക്കേണ്ടി വരും. 2022 ജൂലൈ 3-ന് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സജി ചെറിയാന്റെ വിവാദ പ്രസംഗം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നതെന്നായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. ജനം, തിരുവനന്തപുരം.